ഹാർമണി മീഡിയ എൻലൈറ്റ്മെന്റ് പാതയിലേക്ക് സ്വാഗതം. എന്റെ വഴികാട്ടി ഭഗവാൻ ശ്രീ രമണ മഹർഷി ആത്മാന്വേഷണത്തിലൂടെ ആത്മജ്ഞാനം നേടാൻ പഠിപ്പിച്ച ഒരു പ്രമുഖ ഇന്ത്യൻ ഹിന്ദു ആത്മീയ ഗുരുവും ജീവിതമുക്തി സിദ്ധിച്ച വ്യക്തിയുമായിരുന്നു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ അരുണാചല പർവ്വതത്തിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞു. രമണ മഹർഷിയുടെ തത്വങ്ങൾ അദ്വൈത വേദാന്തത്തിൽ അധിഷ്ഠിതമാണ്. വ്യക്തിഗതമായ ഞാൻ അഥവാ ആത്മാവ് സാർവത്രികമായ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് ഈ തത്വങ്ങൾ ഊന്നിപ്പറയുന്നു. ഈ സത്യം തിരിച്ചറിയാനുള്ള പ്രധാന മാർഗമായി അദ്ദേഹം ആത്മാന്വേഷണത്തെ പഠിപ്പിച്ചു. രമണ മഹർഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു ഞാൻ ആർ എന്ന് സ്വയം ചോദിച്ച് ഞാൻ എന്ന ചിന്തയുടെ ഉറവിടം അന്വേഷിക്കാൻ അദ്ദേഹം ഭക്തരെ ഉപദേശിച്ചു. ഈ അന്വേഷണത്തിലൂടെ വ്യക്തിഗതമായ ഞാൻ എന്നത് ഒരു മിഥ്യാബോധമാണെന്നും അത് ശുദ്ധമായ ബോധത്തിലേക്ക് അലിഞ്ഞുചേരുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആത്മീയ പ്രബോധനത്തിനുള്ള ഏറ്റവും ശക്തമായ മാർഗം മൗനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വാക്കുകൾക്കതീതമായി ആത്മാവിന്റെ നിശ്ശബ്ദതയിൽ യഥാർത്ഥ ആശയവിനിമയം നടക്കുന്നു. ശരീരത്തിന്റെ ഭൗതികമായ ഹൃദയമല്ല, മറിച്ച് ആത്മീയമായ കേന്ദ്രമാണ് ഹൃദയമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആത്മാവിനെ കണ്ടെത്താൻ സഹായിക്കും. എല്ലാറ്റിലും ഒരു യാഥാർത്ഥ്യം മാത്രമേയുള്ളൂ എന്നും വേർതിരിവുകൾ മിഥ്യാധാരണകൾ മാത്രമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. രമണ മഹർഷിയുടെ പഠിപ്പിക്കലുകൾ ജ്ഞാനയോഗവുമായി ചേർന്നു നിൽക്കുന്നവയാണ്. കർമ്മഫലത്തിൽ ആശങ്കപ്പെടാതെ സ്വന്തം കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കർമ്മങ്ങളെ ദൈവത്തിൽ അർപ്പിച്ച് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഞാൻ ആരാണ് എന്ന ചോദ്യം രമണ മഹർഷിയുടെ ആത്മീയ തത്വചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആഴമേറിയതുമായ ആശയമാണ്. ഇത് വെറുമൊരു സാധാരണ ചോദ്യമല്ല, മറിച്ച് യഥാർത്ഥ വ്യക്തിത്വത്തെ കണ്ടെത്താനുള്ള ഒരു ആത്മീയ അന്വേഷണത്തിനുള്ള മാർഗമാണ്. ഈ അന്വേഷണത്തെയാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. രമണ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് നമ്മൾ സാധാരണയായി ഞാൻ എന്ന് കരുതുന്നത് നമ്മുടെ യഥാർത്ഥ സ്വത്വമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും ചിന്തകളെയും എല്ലാം ചേർത്തുവച്ചുള്ള ഒരു മിഥ്യാബോധമാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കാവുന്നത്? മനസ്സിന്റെ ഉറവിടം കണ്ടെത്തുന്നു. മറ്റ് ചിന്തകൾ ഇല്ലാതാകുന്നു. ഈ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റ് ചിന്തകൾ ഉയർന്നുവരാം. എന്നാൽ ആ ചിന്തകൾക്ക് പിന്നാലെ പോകാതെ ഈ ചിന്ത ആരിൽ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുക. എല്ലാ ചിന്തകളുടെയും ഉറവിടം ഞാൻ എന്ന അഹമാണ്. മനസ്സ് അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങുന്നു. ഞാൻ ആരാണ് എന്ന് നിരന്തരമായി അന്വേഷിക്കുമ്പോൾ മനസ്സ് അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ പോവുകയും ഉയർന്നുവന്ന ചിന്തകൾ താനെ ഇല്ലാതാകുകയും ചെയ്യും. പുറമേയുള്ള തിരിച്ചറിയലുകൾ ഇല്ലാതാകുന്നു. ഞാൻ എന്ന ചിന്തയെ ശരീരത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വേർപെടുത്താനുള്ള ഒരു പ്രക്രിയ ഇതിലൂടെ ആരംഭിക്കുന്നു. അഹത്തെ ഇല്ലാതാക്കുന്നു. അഹംബോധം ദുർബലമാകുന്നു. ഈ അന്വേഷണത്തിലൂടെ ഞാൻ എന്ന ചിന്തയുടെ അടിസ്ഥാനം ഇല്ലാതാകുകയും അഹംബോധം ദുർബലമാകുകയും ചെയ്യും. അഹംബോധം ഇല്ലാതാകുന്നതോടെ ഭൗതിക ശരീരത്തോടും മറ്റു ചിന്തകളോടുമുള്ള ബന്ധം ഇല്ലാതാകുന്നു. ദുരിതത്തിൽ നിന്ന് മോചനം. അഹംബോധം ഇല്ലാതാകുമ്പോൾ അത് ദുരിതത്തിൽ നിന്ന് മോചനം നൽകുന്നു. കാരണം ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ അഹമാണ്. യഥാർത്ഥ ആത്മസാക്ഷാത്കാരം. പരമമായ ശാന്തത. ഞാൻ ആരാണ് എന്ന ചോദ്യം വഴി എല്ലാ ചിന്തകളും ഇല്ലാതാകുമ്പോൾ അവിടെ ശാന്തത മാത്രം അവശേഷിക്കുന്നു. അത് മനസ്സിന്റെ താൽക്കാലികമായ ശാന്തതയല്ല, മറിച്ച് പരമമായ അവസ്ഥയാണ്. യഥാർത്ഥ ആത്മാവിനെ അറിയുന്നു. മനസ്സ് അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങുകയും അഹത്തിന്റെ പിടിയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവ് പ്രകാശിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എന്ന ചിന്ത അപ്രത്യക്ഷമാകുകയും നമ്മൾ ആത്മാവിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുന്നു. പരിപൂർണമായ സമാധാനം. ഈ അന്വേഷണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എക്കാലവും നിലനിൽക്കുന്ന സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുക എന്നതാണ്. ഇത് പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. എന്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. ദയവായി ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.